അരുൺകുമാർ, പഞ്ചാബിൽ നിലവിൽ ഗുർദാസ്പൂരിലും അമൃത്സറിലുമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നത്. രാത്രി 9 മണി മുതൽ ഇന്ന് പുലർച്ചെ 5 മണി വരെയായിരുന്നു ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നത്. പ്രത്യേക നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. വീട്ടിൽ നിന്നും ആ ഒരു സമയത്ത് പുറത്തിറങ്ങരുത്, ലൈറ്റുകളൊന്നും തന്നെ പ്രകാശിപ്പിക്കരുത്, തുറന്ന സ്ഥലങ്ങളിൽ, അതായത് തുറസായ സ്ഥലങ്ങളിൽ ജനലൊക്കെ തന്നെയുള്ള ഇടങ്ങളിലൊന്നും തന്നെ വന്നു നിൽക്കരുതെന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു. ഇപ്പോൾ പഞ്ചാബ് സംസ്ഥാനത്ത് തന്നെ മൊത്തമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 3 ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ടപ്പുറത്തെ മേഖലകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പൂർണ്ണമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും അമൃത്സർ, ഈ ഗുർദാസ്പൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ അതീവ ജാഗ്രതയിലൂടെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. അമൃത്സർ വിമാനത്താവളം താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. അതിന് പുറത്തുള്ള സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു മേഖലകളിലേക്കൊക്കെ തന്നെ പഞ്ചാബ് കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാനുള്ള ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അതീവ ജാഗ്രതാ നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പഞ്ചാബിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തും ഇവിടെയുള്ള സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തി അവ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അമൃത്സറിലോട്ട് പോകുന്ന വഴി ടോൾ പാസ് നമുക്ക് കാണാൻ സാധിക്കും. വെൽക്കം ടു പത്താൻകോട്ട് അമൃത്സർ ടോൾ റോഡ്. അല്പം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അമൃത്സറാണ്. അവിടെ ഗുരുദ്വാര ഉൾപ്പെടെയുള്ള ഗോൾഡൻ ടെമ്പിൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.